നമസ്കാരം പ്രിയപ്പെട്ടവരെ. സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളുള്ള കുറേ ആൾക്കാരുണ്ടാവും. സാമ്പത്തിക തടസ്സങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. നമ്മൾ മെയിനായിട്ടുള്ളത് സമ്പാദ്യമുണ്ട്. എത്ര വരവിനനുസരിച്ചിട്ടായിരിക്കും ചെലവ്. ഇപ്പം 50,000 രൂപ കിട്ടിയാലും 25,000 രൂപ കിട്ടിയാലും 1,00,000 രൂപ കിട്ടിയാലും എല്ലാം ഒരേപോലെ ചെലവായി പോകുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് സേവ് ചെയ്ത് വെച്ചാലുണ്ടല്ലോ, സേവ് ചെയ്ത് വെച്ചാൽ അത് ആ വഴിക്ക് പോകും. എന്നിങ്ങനെ ഒന്നുകിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വരും, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അങ്ങനെ നമ്മൾ ഒരു ഇച്ചിരി 10 രൂപ സേവ് ചെയ്ത് വെക്കാൻ നോക്കിയാൽ ആ പൈസ ഏതെങ്കിലും വഴിക്ക് പോകും. അപ്പം ഉള്ളവർക്ക് എന്ത് ഉപദേശമാണ് യൂണിവേഴ്സ് കൊടുക്കുന്നത്, ടാരോ കൊടുക്കുന്നത്, നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കാർഡ് എടുത്തു. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതെന്ത് 9 ഓഫ് വാൻസ് എന്ന കാർഡാണ്. നിങ്ങൾ നോക്കുക, 9 ഓഫ് വാൻസ്. ഇതിനകത്ത് നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും ഇപ്പം നമുക്ക് ഭയമാണ്. നമ്മൾ കിട്ടുന്ന സമ്പാദ്യങ്ങളെല്ലാം വീണ്ടും പോകുമോ എന്നുള്ളൊരു ഭയത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അദ്ദേഹം പല കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തോ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിൽ ഒരു ചെറിയൊരു ഭയം ഉണ്ട്. പക്ഷെ അത് ഒരു ലക്ഷ്യം നേടുന്നതിന് തൊട്ട് പുറകിലുള്ള സിറ്റുവേഷൻ. അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞു, പക്ഷെ എന്തോ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായോ? അത് പോകുമോ വരുമോ, ഞാൻ മുന്നോട്ട് പോകണോ, അതൊന്ന് നിൽക്കണോ? ചിലപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹം നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇദ്ദേഹം എന്ത് ഉദ്ദേശിച്ചോ ആ ഒരു കാര്യം ചിലപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇദ്ദേഹം നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ടേ? യൂണിവേഴ്സ് നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുവാണെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്ത് തടസ്സം വന്നാലും അത് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാവും. അത് മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ. മുന്നോട്ട് പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് യൂണിവേഴ്സ് കൂടെ ഉണ്ടാവും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം. ചിലപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും സഹായത്തിന് വരാം. നമുക്ക് ആരോടെങ്കിലും സഹായത്തിന് ചോദിക്കാം. നമ്മുടെ ഈഗോകളെല്ലാം മാറ്റി വെച്ചിട്ട് ഹെൽപ്പിന് ചോദിക്കാം. നമുക്ക് വരേണ്ട കാര്യങ്ങൾ വരും. അത് തീർച്ചയായിട്ടും വന്നിരിക്കും. അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുവാണെങ്കിൽ, നിങ്ങൾ യൂണിവേഴ്സ് പറയുന്നതെന്ന് പറയുവാണെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടുക, മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക, നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ പൈസയുടെ പ്രശ്നത്തിൻ്റെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ആ ഭയം. ഇപ്പോൾ ചിലപ്പോൾ കുറേ നാളിപ്പം എല്ലാവർക്കും ഒരു പേരുണ്ട്, എത്ര സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് നിന്ന് കഴിഞ്ഞ് അതൊരു യൂണിവേഴ്സ് നമ്മൾ ആ ഒരു രീതിയിൽ എടുത്ത്, ഒരു നെഗറ്റീവ് സെൻസിൽ എടുത്തിട്ട് അത് നിൽക്കുന്നില്ല, ഓക്കെ, നിൽക്കുന്നില്ല അത്ര തന്നെ. അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഇത്ര ശതമാനം ഞാൻ ഇന്ന് ചിലവഴിക്കും, ഇത്ര ശതമാനം എൻ്റെ കൂടെ ഉണ്ടാവും, എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. അപ്പം അങ്ങനെ നമ്മൾക്കൊരു പോസിറ്റീവ് മൈൻഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു എനർജി അതുമായിട്ട് കൂടി ചേർന്നിട്ട് ആ ഒരു ഇതിലായിട്ട് വരും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. ഒന്നുകിൽ നിങ്ങളുടെ ഡെയിലി ഒരു നോട്ട് നിങ്ങൾ എഴുതുക. മെയിൻലി പൈസ എനിക്ക് ഇത്രയും സമ്പാദിക്കാൻ പറ്റി, നന്ദി. നിങ്ങളൊരു എമൗണ്ട് നിങ്ങൾ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട്, എനിക്ക് ഇത്ര രൂപ സമ്പാദിക്കാൻ പറ്റിയതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഡെയിലി എഴുതി നോക്കുക. നിങ്ങൾക്ക് മാറ്റം ഉണ്ടോ ഇല്ലയോ, മാറ്റം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ വീഡിയോയിൽ കമന്റ് ഇട്ട് നിങ്ങൾ അറിയിക്കുക. അല്ല ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ദുബേഷിട്ട് ഞാൻ പോകാം. എത്രയോ അനുഭവസ്ഥരായ പല ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങളെ ഇല്ലാണ്ടാക്കുന്നതെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം ടാരോ പറയുന്നത്, നിങ്ങൾ
ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ബാക്കി നേടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിൽ നിന്ന് നേടാനായിട്ടിരിക്കുക. ലക്ഷ്യത്തിന് തൊട്ട് പുറകിലുള്ള സിറ്റുവേഷനാണ്. നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ളത്. അതേപടി നിങ്ങൾ പൈസ സേവ് ചെയ്യുന്ന കാര്യങ്ങളും മണി പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാരുണ്ടല്ലോ, ചില ആൾക്കാർ അന്നോ രണ്ടോ തവണ പറയും നന്ദി, എനിക്ക് പണം കിട്ടിയത്, സമ്പാദിക്കുന്നത് നന്ദി, പൈസ കിട്ടിയത് നന്ദി, ഇതെല്ലാം പറയും. പക്ഷെ മൂന്നാമത്തെ ദിവസം ഉണ്ടല്ലോ ആളിതങ്ങ് മറന്നു പോകും. അപ്പം നിങ്ങളൊരു ഹാബിറ്റ് ആക്കുക. അതായത് നിങ്ങളൊരു നോട്ട്, ഒരു കയ്യിലൊരു ചെറിയൊരു നോട്ട് വെച്ചിട്ട് അതിലെഴുതി തന്ന യൂണിവേഴ്സിന് നന്ദി, എനിക്ക് ഇത്ര സമ്പാദിക്കാൻ പറ്റി യൂണിവേഴ്സിന് നന്ദി, ഇത്ര ചെയ്യാൻ പറ്റി യൂണിവേഴ്സിന് നന്ദി, അല്ലെ എനിക്ക് പുതിയൊരു ജോലി കിട്ടിയതിന് നന്ദി, എനിക്ക് പ്രൊമോഷൻ കിട്ടിയതിന് നന്ദി. ഇതെല്ലാം നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾ കുറച്ച് നാൾ ഇത് എഴുതി വെച്ചിട്ട് നിങ്ങൾ പറയും, അല്ല നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയും. ഒരു 100% ഇത് ഉറപ്പാണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇതിനകത്ത് മാറണം. പിന്നെ വേറൊരു കാരണം എന്ന് പറഞ്ഞൊരു കർമ്മ എന്നൊരു കാര്യമുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ചിലപ്പം കർമ്മഫലവും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ യൂണിവേഴ്സ് നമ്മൾ തന്ന ആ ഒരു ഉപദേശം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിലെല്ലാം മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു യൂണിവേഴ്സ്.